ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ചേലക്കര വെങ്ങാനല്ലൂരിൽ കോറി ലോറികൾ തടഞ്ഞുള്ള പ്രതിഷേധത്തിനിടെ തനിക്ക് നേരെ കോറി മാഫിയയുടെ പരോക്ഷമായ വധഭീഷണിയുണ്ടായതായി പഞ്ചായത്ത് 23-ാം വാർഡ് മെമ്പർ സരിത പ്രഭാകർ CCTV വാർത്തകളോട് വെളിപ്പെടുത്തി. വരും ദിവസങ്ങളിൽ മെമ്പറെ ഈ നാട്ടിൽ കാണില്ലെന്ന തരത്തിലാണ് ലോറി ഡ്രൈവർമാർ ഭീഷണി മുഴക്കിയതെന്ന് സരിത പറഞ്ഞു. ഞങ്ങള് സത്യപ്രതിജ്ഞ ചടങ്ങിന് മുന്നെയാണ് ഈ സംഭവം ഉണ്ടായത്. അവിടുന്ന് ഈ കോറിയിൽ വണ്ടികൾ പോകുമ്പോൾ, കോറിയിലേക്കുള്ള വണ്ടികൾ പോകുമ്പോൾ പൊടി കൂടിയിട്ട് കുട്ടികൾക്കൊന്നും സ്കൂളിലേക്ക് പോകുമ്പോഴും അവിടെയുള്ള പരിസരവാസികൾ വിളിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ പോയത്. പോയി അവരോട് പറഞ്ഞു, വേറെ സമരത്തിനൊന്നല്ല പോയത്, അവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞു വെള്ളം അടിച്ചിട്ട് നിങ്ങൾ വണ്ടി കൊണ്ടുപോയിക്കോളൂ, അല്ലാതെ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുറച്ച് നേരം, ഒരു അരമണിക്കൂർ നേരം ഞങ്ങൾ അവിടെ നിന്നു. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വണ്ടി വന്ന് വെള്ളം അടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം അവരവിടെ പറഞ്ഞു എന്നാണ് പറയണത്, അങ്ങനെ മെമ്പറാന്ന് നോക്കുന്നില്ല, വാഹനത്തിന്റെ ബ്രേക്ക് പോയതാണ് എന്നുള്ള ഒരു ഇത് അങ്ങനെ പറഞ്ഞു എന്നറിഞ്ഞു. പക്ഷെ ഞങ്ങൾ പോകുന്നതിന് ശേഷമാണ് ആ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇല്ലില്ല, പോലീസ് പരാതി കൊടുത്തില്ല. അമിതഭാരം കയറ്റിയുള്ള വാഹനങ്ങളുടെ മരണപ്പാച്ചിലും റോഡിലെ പൊടിപടലങ്ങളും മൂലം ജനങ്ങൾ നേരിടുന്ന ദുരിതത്തിനെതിരെ ശബ്ദമുയർത്തിയതിനാണ് തനിക്ക് നേരെ ഇത്തരം ഭീഷണികൾ ഉണ്ടായതെന്നും എന്നാൽ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും അവർ വ്യക്തമാക്കി. കോറി മാഫിയയും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് പ്രദേശത്തെ ജനജീവിതം ദുസ്സഹമാക്കുന്നത്. ജനപ്രതിനിധികൾ ഉന്നയിക്കുന്ന പരാതികൾക്ക് നേരെ റവന്യൂ അധികൃതർ കണ്ണടയ്ക്കുകയാണെന്നും പ്രതിഷേധം ശക്തമായിട്ടും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താൻ തയ്യാറാകാത്തത് ഇതിന് തെളിവാണെന്നും സരിത പ്രഭാകർ ആരോപിച്ചു. കോറി മാഫിയയ്ക്ക് കുടപിടിക്കുന്ന ഉദ്യോഗസ്ഥ നിലപാടിൽ പ്രതിഷേധിച്ച് വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും തീരുമാനം.